സ്വാഗതം. ഞാൻ സെക്സോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടറാണ്. പേര് ഡോക്ടർ ടൈറ്റസ് പി വർഗീസ്. ഇന്ന് നമ്മൾ ശീഘ്രസ്ഖലനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ശീഘ്രസ്ഖലനം എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗിക വീഴ്ചയിൽ വളരെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുൻപേ തന്നെ സ്ഖലനം നടക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. പക്ഷേ ഈ ശീഘ്രസ്ഖലനം കൊണ്ട് സുഖം കിട്ടാതെ വരുന്നത് കൂടെയുള്ള പങ്കാളിക്കായിരിക്കും, സ്ത്രീ പങ്കാളിക്കാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് ഇപ്പം 1 സെക്കൻഡ് കൊണ്ട് സ്ഖലനം നടന്നാലും 10 സെക്കൻഡ് കൊണ്ട് സ്ഖലനം നടന്നാലും അഥവാ ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് സ്ഖലനം നടന്നാൽ പോലും പുരുഷ പങ്കാളിക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കിട്ടുന്ന സുഖം ഒന്ന് തന്നെയാണ്. പക്ഷേ സുഖത്തിൻ്റെ ആ പാരമ്യത ബാധിക്കപ്പെടുന്നത് സ്ത്രീ പങ്കാളിയിലാണ്, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും സ്ത്രീ പങ്കാളി അനുഭവിക്കുന്ന പ്രശ്നമാണ് ശരിക്കും ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം, സ്പീഡ് എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ സ്പീഡ് ആഗ്രഹിക്കുന്നവരുണ്ടാവാം, സ്പീഡ് കുറച്ച് മതിയെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. പലപ്പോഴും എല്ലാ പ്രവൃത്തികളും സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ലൈംഗിക വീഴ്ചയും കുറച്ച് സ്പീഡിൽ ചെയ്യണമെന്നുള്ള ചിന്ത വന്നു പോകാനുള്ളൊരു സാധ്യത ഉണ്ടാവാനുള്ള ഒരു സ്പേസ് കിടപ്പുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ലൈംഗിക വീഴ്ചയിൽ അനുയോജ്യമായ ഒരു സാഹചര്യമല്ല, ആ ഒരു സമയത്തിനുള്ളിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പ്രത്യേകിച്ചും അവിഹിത വീഴ്ചകളിൽ അവർ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സ്പേസ്, ഇടം, ആ പ്രത്യേക ആ ടൈം വേറെ ആരും കാണാതെ ആ പ്രക്രിയ ചെയ്ത് അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു അഭിവാഞ്ച, വല്ലാത്ത ആ ഒരു അമിത വേഗത ചിലപ്പോൾ ആദ്യമേ ആ വ്യക്തിയുടെ മനസ്സിൽ തന്നെ ചിലപ്പോൾ സെറ്റ് ചെയ്തിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള ആ വ്യഗ്രതയിൽ ശീഘ്രസ്ഖലനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സാധാരണ ലൈംഗിക വീഴ്ചയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വീഴ്ചയിലാണെങ്കിൽ പോലും ശരിക്കും ഒരു ഗ്യാപ്പിനൊക്കെ ശേഷം സംഭവിക്കുന്ന ലൈംഗിക വീഴ്ച, കുറച്ച് ദിവസങ്ങൾ ചെയ്യാതിരുന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു അമിത ആവേശം എന്നൊക്കെ പറയുമല്ലോ, ആ അമിത ആവേശം പലപ്പോഴും ശീഘ്രസ്ഖലനത്തിന് കാരണമാകാറുണ്ട്. നമ്മുടെ ആ ഓരോ സ്ട്രോക്കും, ലിംഗം യോനിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സ്ട്രോക്കും വേഗത്തിലാവുമ്പോൾ പലപ്പോഴും അത് എത്രയും പെട്ടെന്ന് തീർക്കണം, എത്രയും പെട്ടെന്ന് ക്ലൈമാക്സിൽ രതിമൂർച്ചയിലെത്തണം, ഓർഗാസത്തിലെത്തണം എന്നുള്ള ആ ഒരു തൃഷ്ണയിലും വേഗത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്തൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളാണ്. ഇതൊന്നും അല്ലാതെ തന്നെ ചിലപ്പോൾ ചില പ്രത്യേക ലൈംഗിക രോഗങ്ങൾ, ശാരീരിക തലത്തിലുള്ള ലൈംഗിക രോഗങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിസ് പോലെയുള്ള പുരുഷഗ്രന്ഥി വീക്കം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചില സാധ്യതകളുണ്ട്. പിന്നെ മാനസിക തലത്തിലുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സെക്സ് ചെയ്യുന്ന വ്യക്തി, ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിയുമായിട്ടുള്ളൊരു മാനസിക അടുപ്പമില്ലായ്മ, പിന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു പുരുഷത്വം തെളിയിക്കണം, പ്രൂവ് ചെയ്യണം അങ്ങനെയുള്ള ചില ചിന്തകൾ തലയിൽ കയറിയിട്ട് അത് ഒരു ഒരു പക്വതയില്ലാത്തൊരു വീഴ്ചയിലേക്ക് പെട്ടെന്ന് മാറി അത് വേഗതയെ ബാധിക്കുകയും ആ വേഗത ചിലപ്പോൾ വേഗം സ്ഖലനം നടക്കാൻ കാരണമാകുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത് സംഭവിക്കുന്ന പലപ്പോഴും സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദത്തിലാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. പിന്നെ നമുക്കറിയാം, ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യ സമയങ്ങളെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താണല്ലോ ശീലിക്കുക. അപ്പം സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ശാരീരിക വീഴ്ചയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാനുള്ളൊരു സാധ്യത. അത് നമുക്ക് ആലോചിച്ചൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പം ആ ഒരു സംഭവം, വീഴ്ച എന്ന് പറയുന്ന സംഭവം എങ്ങനെ ചെയ്താലാണ് സമയം കിട്ടുക. അപ്പം നമുക്കറിയാം, ഇപ്പം ആഹാരം കഴിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് സെക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ആഹാരം ദഹിക്കാൻ ആമാശയ ഭിത്തികളിൽ രക്തത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബാക്കി ഭാഗം മാത്രമാണ് നമ്മുടെ ജെനിറ്റൽ ഓർഗനിലേക്ക്, നമ്മുടെ ജനനേന്ദ്രിയ ഭാഗത്തേക്കുള്ള ആ ഭാഗത്തേക്ക് രക്തം നമുക്ക് കിട്ടുക.
അപ്പം ദഹനമാണല്ലോ ആദ്യത്തെ പ്രക്രിയ. ആ ദഹന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കപ്പെടുന്ന രക്തത്തിൻ്റെ ബാക്കി പോർഷൻ മാത്രമായിരിക്കും ഉദ്ധാരണത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുക. അപ്പം അവിടെ ഒരു ഇംബാലൻസ് സംഭവിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൊസിഷൻസ്, ഇപ്പം സ്ത്രീ മുകളിൽ നിന്ന പൊസിഷനിലാണ് സെക്സ് ചെയ്യുന്നതെങ്കിൽ സമയം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ കൂടുതൽ സ്ട്രോക്ക് ചെയ്യുന്നത് സ്ത്രീ ശരീരമായതുകൊണ്ട് തന്നെ പുരുഷ ശരീരം കുറച്ച് റിലാക്സ്ഡ് ആവുകയും അത് ശീഘ്രസ്ഖലനം ഒഴിവാക്കാനുള്ളൊരു കാരണമാവുകയും ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ കൊളസ്ട്രോള്, BP, നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ, രക്തത്തിലെ ഷുഗറിൻ്റെ ലെവൽ, ഇതൊക്കെ തന്നെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ നമ്മുടെ ലൈംഗിക ആരോഗ്യത്തെ അടിസ്ഥാനപരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിന് കാരണമാകാറുണ്ട്. പിന്നെ ഇത് ശാസ്ത്രീയമായി പറയുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് സൈക്കോസെക്സോളജി ലെവലിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പകാല ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഒരു 14-15 വയസ്സോടെയാണ് ഏതൊരു വ്യക്തിയുടെയും ഉപബോധ മനസ്സിൻ്റെ വളർച്ചയുടെ പൂർത്തീകരണം നടക്കുന്നത്. അപ്പം അതിനു മുമ്പുണ്ടാകുന്ന ലൈംഗിക സംഭവങ്ങൾ നെഗറ്റീവായിട്ടാണ് ഒരു വ്യക്തിയിൽ കോഡ് ചെയ്യപ്പെടുക. അങ്ങനെ കോഡ് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ ചിലപ്പോൾ അത് ലൈംഗിക വീഴ്ച തന്നെ ആവണമെന്നില്ല, ഒരു സ്പർശനമാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ അങ്ങനെയുള്ള ലൈംഗിക സ്പർശനങ്ങൾ ഒരു ലൈംഗിക അതെന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ അതൊരു നെഗറ്റീവായിട്ട് മാറുകയും അതിൽ ഒട്ടും പക്വതയില്ലാത്തൊരു ലൈംഗിക വ്യക്തിത്വത്തിലേക്ക് നമ്മൾ മാറുകയും അതൊരു കുറ്റബോധ അധിഷ്ഠിതമായ ഉള്ളിൽ കുറ്റബോധമാണ് സംഭവിക്കുക. നമുക്ക് വളരെ ചെറുപ്പത്തിലുണ്ടാകുന്ന ലൈംഗിക സ്പർശനങ്ങൾ, ലൈംഗിക ഇടപെടലുകൾ ഒക്കെ തന്നെ ലൈംഗിക കുറ്റബോധത്തിലേക്ക് നയിക്കുകയും ഈ ലൈംഗികത എന്ന് പറയുന്ന കാര്യം തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവമായിട്ട് നമ്മുടെ ഉൾമനസ്സിൽ അങ്ങനെ പതിയപ്പെടുകയും ലൈംഗിക വീഴ്ചയിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയും ചെയ്തു തീർക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയും അതൊക്കെ ശീഘ്രസ്ഖലനത്തിന് കാരണമാവുകയും അങ്ങനെ ചെയ്യപ്പെടാറുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ മാത്രമാണ്. നമുക്കിതിൻ്റെ അകത്ത് ഒഴിവാക്കപ്പെടാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ചികിത്സ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം ലൈംഗിക ജീവിതാനുഭവങ്ങളാണ്, വളരെ ചെറുപ്പം തൊട്ടുണ്ടായിട്ടുള്ള ലൈംഗിക ജീവിതാനുഭവങ്ങളാണ് ശീഘ്രസ്ഖലനത്തിന് കാരണമെങ്കിൽ ഓരോ അനുഭവം നമ്മളിലേക്ക് കോഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കറിയാം. 5 നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ. കാഴ്ച, കേൾവി, സ്പർശനം, രുചി എന്നൊക്കെ പറയുന്ന, മണം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള 5 ഇന്ദ്രിയാനുഭവങ്ങളാണ് അല്ലേ. അപ്പം അതിൽ അങ്ങനെ കോഡ് ചെയ്യപ്പെട്ട ജീവിതാനുഭവങ്ങളുടെ സ്വാധീനം നമ്മുടെ ഉൾമനസ്സിൽ നിന്ന് ഡീകോഡ് ചെയ്ത് മാറ്റുന്ന സൈക്കോതെറാപ്യൂട്ടിക് രീതികളിലൂടെ അതിൻ്റെ സ്വാധീനം മാറ്റിക്കൊണ്ട് നമുക്ക് ശീഘ്രസ്ഖലനത്തിൽ നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റ് സാഹചര്യങ്ങളാണ് എങ്കിൽ അതിൻ്റെ സ്വാധീനം കുറയ്ക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.